ഇസ്തിരി ഇട്ട് നല്ലതുപോലെ തേച്ച് മിനുക്കി നല്ല റാഹത്തായിട്ട് വേണം നിസ്കരിക്കാൻ നിൽക്കാൻ. പെണ്ണുങ്ങളോടാണ് ഈ പറയുന്നത്. ആണുങ്ങൾ എന്തായാലും വൃത്തിയായിട്ടായിരിക്കും പള്ളിയിൽ പോകുന്നത്. എന്നാലും ചിലർ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ കള്ളിത്തുണി എടുത്തുകൊണ്ടെങ്കിൽ ഇരിക്കും. അങ്ങനെയല്ല വേണ്ടത്. ഞാൻ ഈ അടുത്തൊരു വലിയ സൂഫി വര്യനായ ഒരു ഉസ്താദിനെ പോയി കണ്ടു. അദ്ദേഹം ചെല്ലുന്ന സമയത്ത് വാഷ്റൂമിലേക്ക് ഇറങ്ങി. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് വാഷ്റൂമിൽ പോയി. ഇറങ്ങി വന്നപ്പോൾ ഡ്രസ്സ് എടുത്തിടുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഇനി എവിടെയെങ്കിലും പോവുമായിരിക്കും. ഡ്രസ്സ് ഇടുന്നെന്ന് പറഞ്ഞാൽ എല്ലാം ഇടുകയാണ്. പഴയ കള്ളിത്തുണിയും ബനിയൻ്റെ അതെല്ലാം മാറ്റിയിട്ട് നല്ലൊരു ബനിയൻ ഇടുന്നു, നല്ലൊരു തുണി ഉടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കമീസ് എടുത്തിടുന്നു, തലയെക്കെട്ട് നല്ല വൃത്തിയായിട്ട് വട്ടക്കെട്ട് കെട്ടി റെഡിയായി നല്ല റാഹത്തായിട്ട് അത്തറുമൊക്കെ പൂശി വാച്ചുമൊക്കെ കെട്ടി റെഡിയായി നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ചു എന്തായാലും പോവാണ്. ഉസ്താദ് എവിടെയെങ്കിലും പോവാണോ, കുറച്ചു നേരം സംസാരിക്കണമായിരുന്നു. ഇല്ല, ഞാൻ പോകുന്നില്ല, ഞാൻ ളുഹ നിസ്കരിക്കാൻ പോവാണ്. നോക്കൂ, നിങ്ങൾ നിസ്കരിക്കാൻ പോകുന്നതിനാണ് ആ ഒരുങ്ങിയത്. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അതേപോലെ വീണ്ടും ഊരി എല്ലാം കറക്റ്റായിട്ട് മാറ്റി. എന്നിട്ട് പഴയ കള്ളിത്തുണി എടുത്തുകൊണ്ട് വർത്താനം പറയും. നമ്മളാണെങ്കിലും ആ ഇറങ്ങി വന്ന ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന അണ്ടർവെയർ ഇട്ടുകൊണ്ട് റാഹത്തായിട്ട് തന്നെ നമ്മുടെ രീതി പറയും. ആ തുണിയും കുപ്പായം ബാത്റൂമിൽ ഉപയോഗിച്ച് തന്നെ ഇട്ടുകൊണ്ട് നിൽക്കരിക്കും. കാരണം ഇത് അള്ളാഹ്ക്കല്ലേ, അച്ഛൻ ഇതൊക്കെ മതി. കല്യാണത്തിന് പോകുമ്പോൾ ഭയങ്കര കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഭയങ്കര റാഹത്തായിട്ട് പോവാം. എടാ, റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നല്ല വസ്ത്രം ധരിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ഒരു 2 റക്അത്ത് നിസ്കരിച്ചു നോക്കിയേ, നല്ല റാഹത്തായിരിക്കും. നമുക്ക് തന്നെ സ്വയം തോന്നും അള്ളാഹു ഈ നിസ്കാരം കബൂലാക്കിയെന്ന്. അങ്ങനെ ചെയ്യണം. നല്ലതുപോലെ വൃത്തിയായിട്ട് ഒതുവെടുത്ത് നല്ല മുസല്ല വിരിച്ച് കിബിലക്ക് അഭിമുഖമായിട്ട് നല്ല നിയ്യത്ത് വെച്ച് റാഹത്തായിട്ട് നിൽക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഹബ്ബു സിയാബി ഇലല്ലാഹി അൽ ബയാൽ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന വസ്ത്രം അത് വെള്ളയാണ് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നല്ല വെള്ള വസ്ത്രം അതെപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എപ്പോഴും വെള്ളയാണ് അള്ളാഹുവിന് ഇഷ്ടം. ഇതിൽ ഒരുപാട് കാരണവന്മാർ അങ്ങനെ കാണുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. നമ്മൾ തറാവീഹ് നിസ്കരിക്കാൻ പോകുമ്പോൾ എപ്പോഴും നല്ലൊരു വെള്ള വസ്ത്രം അങ്ങനെ തന്നെ പോകണം. അതിലൊരു ഖൈറുണ്ടാവും. പ്രത്യേകിച്ച് രാത്രി നിസ്കാരത്തിന് ഭയങ്കര റാഹത്താണ്. ഇപ്പം നിസ്കാരക്കുപ്പായം പല കളറിലുണ്ട്. പെണ്ണുങ്ങളൊക്കെ ഇപ്പോൾ ഓൺലൈൻ അത് വാങ്ങുന്ന പരിപാടിയാണ്. ഓൺലൈനകത്ത് ഇഷ്ടം പോലെയുണ്ട്, പല കോലത്തിൽ. പൂക്കൾ വിടർന്നു നിൽക്കുന്നു, നല്ല റാഹത്തായിട്ട്. മലക്കുകൾ വരട്ടെ എന്നാണ്. നല്ല വെള്ള വസ്ത്രം ധരിക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, പ്രത്യേകിച്ച് നിസ്കരിക്കുമ്പോൾ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിസ്കാരത്തിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം അഴുക്ക് പറ്റിയാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. ഒന്നതാണ്. 2, സൂര്യൻ്റെ പ്രകാശം ഏറ്റവും കുറച്ച് അടിക്കുക ഏത് ശരീരത്തിലാണ്? വെള്ള വസ്ത്രം ധരിക്കുന്നവനിലാണ് സൂര്യതാപം ഏൽക്കൽ മറ്റു വസ്ത്രം ധരിക്കുന്നവരെക്കാൾ കുറവായിരിക്കും. ശാസ്ത്രം പറഞ്ഞതാണിത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പറഞ്ഞ മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ വെള്ള വസ്ത്രം ധരിച്ച് നടക്കുന്ന ഒരു മുത്തഅല്ലിമിന് അത്രമേൽ എന്ത് ഏൽക്കൂല? സൂര്യാഘാതം ഏൽക്കൂല. കളർ വസ്ത്രം ധരിച്ച് നടക്കുന്നതാകുന്ന ആളുകൾക്കായിരിക്കും വേഗം സൂര്യാഘാതം ഉണ്ടാവുക. അതുകൊണ്ടാണല്ലോ കാറ് മറ്റു വാഹനങ്ങളൊക്കെ എല്ലാവരും മിക്ക ആളുകളും വെള്ള എടുക്കുന്നത്. എന്താ കാരണം? കൂളിങ് നല്ലതുപോലെ കിട്ടും. നിങ്ങൾ എൻ്റെ അഹ്ലുകാരോട് ചോദിക്കാം, വെറുതെ പറയുന്നില്ല, റിസർച്ച് ചെയ്തിട്ടുള്ള പഠിത്തമാണ്. കാറ് കൂടുതൽ ഏതാ വാങ്ങുക? എല്ലാവരും വെള്ളയാണ് വാങ്ങുക. ഇപ്പം എല്ലാവരും കളർ എടുക്കാൻ തുടങ്ങി. എന്തിനാണ് ഈ വെള്ളം എടുക്കുന്നതിൻ്റെ ഉദ്ദേശം? എന്താണ്? കൂളിങ് പെട്ടെന്നുണ്ടാവും. കൂളിംഗ് കപ്പാസിറ്റി കൂടുതലാണ് മറ്റ് കളറാകുന്ന കാരണേക്കാൾ. കാരണം സൂര്യൻ്റെതാകുന്ന പ്രകാശം റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചടിക്കും. ഏത്? വെള്ളയാണ് എങ്കിൽ. മറ്റുള്ളതൊന്നും അത്രമേലില്ല. വെള്ളയുടെ മഹത്വം പറഞ്ഞതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇത് 1400 വർഷം മുമ്പ് നബിതങ്ങൾ പ്രഖ്യാപിച്ചതാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാണ്? വെള്ളയാണ്. നമ്മുടെ മക്കൾക്ക് ഒരു ജോഡിയെങ്കിലും വെള്ള വസ്ത്രം ഉണ്ടായിരിക്കണം. ഒരുപാടൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഒറ്റ ജോഡി ഉണ്ടായിട്ട് കാര്യമില്ല, അത് ധരിക്കുകയും വേണം. അത് ധരിക്കാൻ ഏറ്റവും നല്ല സമയമാണ് വെള്ളിയാഴ്ച ദിവസം. അതുപോലെ തന്നെ റമദാനിലെ തറാവീഹ് നിസ്കരിക്കാൻ പോകുമ്പോഴെങ്കിലും അള്ളാഹു തൗഫീഖ് തരട്ടെ. നിസ്കരിക്കാൻ പോകാൻ മാത്രമല്ല, നിസ്കരിക്കണം. പള്ളിയിൽ പോയിട്ട് ഹൗദിലെ വെള്ളത്തിൻ്റെ അളവെടുക്കലല്ല, പള്ളിക്കകത്ത് കയറി നിസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ വെള്ള മുണ്ട്, വെള്ള തുണി, അതുപോലെ തന്നെ നല്ലൊരു വെള്ള കുപ്പായം എപ്പോഴും ഉണ്ടാവണം. അത് നല്ലതാണ്, ഒരു ഈമാനികമായ ലക്ഷണമാണ്. കാരണം നബിക്ക് ഇഷ്ടപ്പെട്ടതും അള്ളാഹുവിന് പ്രിയമുള്ളതാകുന്ന വസ്ത്രവും നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യ കുടുംബാദികളൊക്കെ അണിയട്ടെ. പെണ്ണുങ്ങൾക്കൊക്കെ ഒരു സമ്മാനമായിട്ട് നിസ്കാര കുപ്പായം വാങ്ങിച്ചു കൊടുക്കും. നാളെ തന്നെ റാഹത്തായിട്ട് ബിസ്മില്ല. നമ്മുടെ കുടുംബത്തിൽ പ്രായമുള്ള ആളുകളുണ്ടാവും, അവർക്കൊരു നിസ്കാര കുപ്പായം വാങ്ങിച്ചു കൊടുക്കും. അതൊക്കെ ഖൈറാൻ. നമ്മൾ കുറേ കൊട്ടപ്പടി കൊണ്ടുവന്ന് പൈസ കൊടുക്കുന്നതിനേക്കാൾ ഖൈറാണ് 500 രൂപയുടെ ഒരു മുസല്ല, ഒരു നിസ്കാര കുപ്പായം വാങ്ങിച്ചു കൊടുക്കുക. റാഹത്ത്. അതിനേക്കാൾ വലിയ ഖൈറൊന്നുമില്ല. കാരണം അവർ നിസ്കരിക്കുന്നത് മുഴുവൻ അതിട്ടുകൊണ്ടാണെങ്കിൽ അൽഹംദുലില്ലാ
ഒരു കൂലിങ് പോരും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത് നല്ല നിസ്കാരമുള്ള നമ്മുടെ കുടുംബത്തിൽപ്പെട്ടതാകുന്ന സാലിഹത്തുകളാകുന്ന സഹോദരിമാര്, നമുക്കറിയാം പ്രായമുള്ള ഉമ്മമാരെ, അവരെ കണ്ടെത്തി ചെയ്യുകയും ചെയ്യാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റമളാനിലെ നോമ്പ് നിങ്ങൾ നോക്കണേ. സൂമൂ തസിഹൂ, നിങ്ങൾ നോമ്പ് നോറ്റുകൂടണേ സാബാ. നോമ്പ് നോറ്റാൽ നിങ്ങൾ ആരോഗ്യമുള്ളവരാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തിനാണ് നോമ്പ്? നോമ്പ് നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാക്കിയെടുക്കാനാണ്, നിന്റെ ശരീരഘടനയൊന്ന് മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണ്. സൂമൂ തസിഹൂ, നോമ്പ് നോൽക്കണേ ആരോഗ്യമുള്ളവരാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരോഗ്യമുള്ളവരാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഉണ്ടോ? പാശ്ചാത്യരാകുന്ന ആളുകൾക്കുള്ള ഗുണം 3. അതിലൊന്നാണ് ഇപ്പൊ പറഞ്ഞത്. എന്ത്? അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും. ഉണ്ടോ? വെള്ളം വന്നാണ്ടോ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 2 അവരുടെ 3 ഗുണങ്ങളുണ്ട്. ചിലർക്ക് അതാണ് ആശങ്ക. അത് ബാക്കി 2 പറഞ്ഞില്ലല്ലോ, അതും ചിന്തിച്ചിരിക്കും. അതുകൊണ്ട് അതങ്ങ് പറഞ്ഞേക്കാം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. രണ്ടാമത്തത് നല്ല യാത്ര ചെയ്യും. നല്ല യാത്രകൾ മനസ്സിലാകുന്നുണ്ട്. നമ്മൾ പോകുന്ന പോലെ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പെണ്ണുങ്ങളുമായിട്ട് അവിടെ പോയി കിടന്ന് ഇറങ്ങണം. അപ്പം അതാ പരിപാടി. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങളോട് പെണ്ണുങ്ങൾ ഇപ്പോഴേ പറഞ്ഞിട്ട് ബുക്ക് ചെയ്തിട്ടില്ലേ, റമളാൻ കഴിഞ്ഞോണ്ട് നമുക്ക് പോകണം, മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകേണ്ടതാണ്, ഇപ്പോഴേ പറഞ്ഞ് ഇളക്കി വെച്ചിരിക്കുക. എന്തോ ആയിക്കോട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇസ്ലാമിൽ ഒരിക്കലും യാത്രകൾക്കൊരിക്കലും എന്തല്ല, എതിരല്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. നല്ല യാത്ര ചെയ്യണം, അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണാൻ പോകുന്നതിനോ ഒന്നും വിശുദ്ധ ഇസ്ലാം എതിരല്ല. സീറൂ ഫിൽ അർളി സുമ്മൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. നിങ്ങൾ യാത്ര പോകണം. മുൻഗാമികളാകുന്ന ആളുകളെ, ഈ ലോകത്ത് പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ജീവിച്ചതാകുന്ന ആളുകളെ ഏത് വിധേനയാണ് അള്ളാഹു ശിക്ഷിച്ചത്, അള്ളാഹുവിന്റെ ശിക്ഷാമുറകൾ മനസ്സിലാക്കാൻ ഖാറൂനിനെയും ഹമാനിനെയും ഫിർഔനിനെയും നമ്രൂദിനെയും ഒക്കെ ഏത് കോലത്തിലും രൂപത്തിലും ഭാവത്തിലുമാണ് പടച്ച തമ്പുരാൻ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കിയത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഈ ദുനിയാവിൽ വേണ്ട വിധത്തിൽ യാത്ര പോകണമെന്ന് വിശുദ്ധമായ ഖുർആൻ. സീറൂ ഫിൽ അർള് സുമ്മൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. യാത്ര പോകണമെന്നാണ് ഇസ്ലാം. ഒരിക്കലും കുടുസായ മതമല്ല. അങ്ങനെയുണ്ട്. ഇപ്പൊ പല ഫെമിനിസ്റ്റുകളും വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് അതാണ്. എന്ത്? പർദ്ദക്കുള്ളിൽ തളച്ചിട്ടു പാവം പെണ്ണ്, അവർക്ക് ആ പർദ്ദയൊന്നും ഊരിയിട്ട് നടക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം പോലും ഇസ്ലാമിൽ കൊടുക്കുന്നില്ല. ഒരു പെണ്ണ് പർദ്ദയിട്ട് നിഖാബിട്ട് ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അവളുടെ പ്രൊഫൈൽ പിക്ചർ ആക്കി ഇട്ടാൽ അതെടുത്തിട്ട് മറ്റുള്ളതാകുന്ന ആളുകളുടെ കമന്റാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന പെണ്ണിന്റെ മനസ്സ് സ്വാഭാവികമായിട്ട് ഒരു മുറിവേൽക്കാൻ, ശരിയാണല്ലോ, എനിക്ക് ഈ നിഖാബ് ഇടേണ്ടി വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ പർദ്ദ ധരിച്ചതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലാതായി പോയിട്ടുണ്ട്. ഒരിക്കലുമല്ല. നിന്റെ ശരീരത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. പിന്നെന്തിനാണ് ഈ വസ്ത്രം ഇങ്ങനെ ധരിക്കാൻ പറഞ്ഞത്? മറ്റുള്ള പരപുരുഷന്മാർ നിന്റെ ശരീരത്തിന്റെ ഘടന മനസ്സിലാക്കിയിട്ട് നിന്നിലേക്ക് ഇഷ്ടം വരുത്താതിരിക്കാനാണ്. നിന്റെ ശരീരത്തെ നോക്കിയിട്ടാകരുത് നിന്നെ പ്രണയിക്കുന്നത്, നിന്നെ ഇഷ്ടം വെക്കുന്നത്. അവർ നിന്റെ ശരീരത്തെ നോക്കിയിട്ടാണ് നിന്നെ പ്രണയിക്കാൻ വരുന്നത്, ഇങ്ങനെ വാദിക്കുന്ന ആളുകൾ. അതുകൊണ്ട് അവരുടെ വാക്കുകൾ നീ പരിപൂർണമായി തൃണവൽഗണിക്കണം. നല്ല യാത്ര പോകണം. കുടുംബവും ഒന്നിച്ചുകൊണ്ട് നല്ല യാത്ര പോകണം. കടപ്പുറത്ത് പോകണം. കടപ്പുറത്തല്ലേ ഏറ്റവും കൂടുതൽ ഔലിയാക്കൾ ഉള്ളത്. നിങ്ങളിങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജില്ലയിലുള്ള എല്ലാ കടപ്പുറം വഴിയൊന്ന് സന്ദർശിച്ചു നോക്കൻ. എല്ലാ സൂഫിയാക്കളും ഔലിയാക്കളും അടക്കം ചെയ്തിരിക്കുന്നത് മുഴുവൻ കടപ്പുറം ഭാഗത്താണ്. നിങ്ങളിങ്ങനെ നോക്കിയോ, അവിടെ നിന്ന് ഇങ്ങനെ തെക്കെന്ന് ഇങ്ങനെ നോക്കിയോ, ഉള്ളാള് തങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയ മംഗലാപുരം മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ, മഞ്ചേശ്വരം കാസർഗോഡ് മുതൽ ഇങ്ങനെ തുടങ്ങിയ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ഇങ്ങനെ നോക്കിയ എല്ലാം കടപ്പുറത്താണ്. ഇങ്ങനെ പോയി നേരെ ഏർവാടി വരെ എത്തി നിൽക്കാൻ വേണം, തമിഴ്നാട് വരെ, കീഴക്കര, ഇങ്ങനെ എല്ലാം കടപ്പുറത്തോട് ചേർന്നിട്ടാണ് എല്ലാം കിടക്കുന്നത്. വലിയ ഡിസ്റ്റൻസ് ഉണ്ടാവില്ല. എല്ലാം 1/2 കിലോമീറ്റർ മാക്സിമം പോയാൽ, ചിലത് ദൂരം ഉണ്ടെങ്കിൽ എല്ലാം മൗലിയാക്കൾ. ഇപ്പം ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ തൃശ്ശൂർ തന്നെ നോക്കിയോ, എത്രയോ മഹത്തുക്കൾ കിടക്കുന്നത് മുഴുവൻ കടപ്പുറം സൈഡിലാണ്. ആണോ അല്ലയോ? ആണ്. കടപ്പുറം മുസ്ലിമീങ്ങൾക്ക് അന്യമല്ല, മനസ്സിലാക്കണം. ചില ആൾക്കാർ പറയും അവിടെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കോവളം ബീച്ചിൽ പോയി തുണിയില്ല കിടക്കരുതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ നിനക്ക് ബീച്ചിൽ പോകുന്നതിനൊന്നും വിശുദ്ധ ഇസ്ലാം എന്തല്ല, എതിരല്ല, മനസ്സിലാക്കണം. നമ്മുടെ കൗമിൽപ്പെട്ടവർ തന്നെ ചിലർ ഭയങ്കരമായിട്ട് പറയാം, അങ്ങനെയല്ല,
യാത്ര പോകണം. നമുക്ക് മറ്റുള്ളതാകുന്ന ആളുകളുമായി അന്യരുമായി ഒരു പുരുഷൻ അന്യ സ്ത്രീയുമായി കലരാത്ത വിധത്തിൽ നമ്മൾ നമ്മുടെ ഫാമിലിയും ഒന്നിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് പോയിരുന്ന ഒരു 10 മിനിറ്റ് ഇരിക്കുന്നതിനൊന്നും, നമസ്കാരം കളയാതെ ഒരു 10 മിനിറ്റ് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സമയം സ്പെൻഡ് ചെയ്യുന്നതിനൊന്നും വിശുദ്ധ ഇസ്ലാം യാതൊരു എതിരുമില്ല. അങ്ങനെ നല്ല നല്ല യാത്ര പോകണം, അതിന് യാതൊരു പ്രശ്നമില്ല. അത് മനസ്സൊന്ന് റാഹത്താകാൻ നല്ലതാണ്. മനസ്സിലുള്ള കുടുസ് ഒന്ന് പ്രയാസം ഒന്ന് അഴിയാൻ നല്ലതാണ്. പ്രത്യേകിച്ച് വീടിൻ്റെ അകത്തളങ്ങളിൽ കഴിയുന്നതാകുന്ന ഭാര്യ മാസങ്ങളായിട്ട് അവൾ അതിനകത്താണ്. ഭർത്താവ് വന്നിട്ടൊന്ന് വിളിച്ചൊന്ന് പുറത്തു കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. നമ്മളെപ്പോഴും പുറത്തായതുകൊണ്ട് നമ്മൾ വീണ്ടും പ്രത്യേകിച്ചൊരു യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. എത്രയോ മക്കാമുകളുണ്ട്, നല്ല നല്ല മക്കാമുകൾ മഹാന്മാരുടെ. ഒരു സിയാറത്തായിട്ട് തന്നെ പോട്ടെ, നമ്മുടെ ഫാമിലി ഒന്നിച്ചുകൊണ്ട് നല്ലൊരു റാഹത്തായിട്ടുള്ളൊരു യാത്ര, കുടുംബം ഒന്നിച്ചുകൊണ്ട്. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, മമ്പുറം തങ്ങൾ ഹിബത്തുല്ലാഹിൽ ബുഖാരി റളിയല്ലാഹു അടക്കമുള്ള എത്രയോ സാദാത്യങ്ങൾ, കീക്കോട്ട് തങ്ങന്മാരടക്കമുള്ള എത്രയോ മഹത്തുക്കൾ ഇവിടെ അന്ത്യവിശ്രമം ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ പോയി സിയാറത്ത് ചെയ്തുകൂടിയ സഹോദരങ്ങളെ, എത്ര മഹാന്മാരുണ്ട്. അങ്ങനെ നമുക്ക് സമയങ്ങൾ ചെലവഴിക്കാം. ആ യാത്രയിൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു, ഫാമിലി ഒന്നിച്ചിരുന്നുകൊണ്ട് മറയിലിരുന്ന് നല്ല വൃത്തിയായി ഭക്ഷണം കഴിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, റാഹത്തുള്ള ഭക്ഷണം കഴിക്കാൻ ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം കിട്ടാൻ വേണ്ടി ഭാര്യമാരെ കാത്തിരിക്കുകയാണ്. കാരണം എല്ലാ ദിവസവും അവർ അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്ത് നിലകൊള്ളാൻ. ഇപ്പം ഈ കഴിഞ്ഞ ബാച്ച് ഉംറയ്ക്ക് എന്നോടൊപ്പം വന്നതാകുന്ന ഒരു ഉമ്മ, അവർ എയർപോർട്ടിൽ എത്തിയിട്ട് കൊച്ചിയിലെത്തിയിട്ട് മണിക്കൂറുകളായി അവരുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് തമ്പ് പതിയുന്നില്ല. ഇവിടെ അല്ല, അവിടെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ സൗദിയിലെത്തിയിട്ട്, ജിദ്ദയിലെത്തിയിട്ട് എയർപോർട്ടിൽ തമ്പ് പതിയുന്നില്ല. എന്താ കാരണം? കൈ ഫുള്ള് തേഞ്ഞ് മാഞ്ഞ് പീഞ്ഞ് പോയിട്ടുണ്ട്. അടുക്കളയിൽ ജോലി ചെയ്ത് പാത്രം കഴുകി അവരുടേതാകുന്ന അടയാളങ്ങളൊക്കെ പോയി. അവസാനം കണ്ണ് ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു വിട്ട്. അല്ല എന്ത് ചെയ്യാൻ പറ്റും? കൈയുടെ തമ്പ് വെക്കാന്നുണ്ടെങ്കിൽ എത്ര വെച്ചിട്ടും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞ നമ്മുടെയൊക്കെ ഉമ്മമാരുടെ അടുക്കളയിലുള്ളതാകുന്നവരുടെ ജോലിഭാരങ്ങളാണ്. അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ആശ്വാസമാണ് യഥാർത്ഥത്തിൽ റമളാൻ. അതാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞു വന്നത്. റമളാനിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുന്ന സമയമാണ്. കാരണം കൂടുതൽ ഭക്ഷണങ്ങളൊന്നും വേണ്ട, എല്ലാവരും നോമ്പാൻ. പക്ഷെ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പണി കൊടുക്കുന്നത് റമളാനിലാണ്. അത് വിരോധാഭാസമാണ്. അള്ളാഹു മുളക്കാക്കട്ടെ. കാരണം എല്ലാം വേണം നമുക്ക്. കോഫി, ചായ, ഇടിയപ്പം, മൊറോട്ടി, പത്തിരിയപ്പം, ദോശ, പുട്ട്, ഇറച്ചി, മുട്ടറോസ്, കിഴങ്ങേറ്, കേക്ക്, മുറുക്ക്, അച്ചപ്പം, നെയ്യപ്പം, എല്ലാ ഐറ്റവും വേണം. കുഴിമന്തി വരെ വേണം. എല്ലാ ഐറ്റവും വൈകിട്ട് തീന്മേശ വേണം. വാശിയാണ്. പല സാധനം വാങ്ങിച്ചു കൊടുത്തിരിക്കുക. എങ്ങനെയെങ്കിലും ജോലിഭാരം ഒഴിവാക്കി റമദാനിലൊന്ന് സുഖമാക്കിട്ടെന്ന് കരുതിയിട്ടാണ് പെണ്ണുങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഉണ്ട് ഭാര്യയ്ക്കും ഉമ്മാക്കും ഇരട്ടിപ്പണി കൊടുക്കുന്ന പരിപാടിയായിട്ട് നമ്മൾ മാറുകയാണ്. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. അതൊന്നും പാടില്ല. അത് നമ്മുടെ ആരോഗ്യത്തെ വീണ്ടും നശിപ്പിക്കാൻ. ഞാൻ പറഞ്ഞു വന്നത് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇടയ്ക്ക് വെള്ളം കുടിക്കും. രണ്ടാമത്തത്, അവർ നല്ല യാത്ര പോകും. ആര്? പാശ്ചാത്യരായ ആളുകൾ. 3, അവർ നല്ലതുപോലെ വായിക്കും, പുസ്തകം വായിക്കും. എപ്പോഴും അവരുടെ കയ്യിൽ ഒരു ബുക്കുണ്ടാവും ഏത് യാത്രയിലും. നമ്മുടെ കയ്യിലും ഉണ്ട്. ഞാനാന്നേ ഉള്ളൂ. പഴയ മുത്തുച്ചപ്പിയും മുത്തുമൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് വായിക്കാൻ. അതല്ല, നല്ല പുസ്തകങ്ങൾ എന്ത് ചെയ്യണം? വായിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് വിദ്യാഭ്യാസം കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം അതാണ്, അറിവ് കുറഞ്ഞു പോകുന്നത്. ഇപ്പം ഇന്നത്തെ ദിവസത്തെ എഡിറ്റോറിയൽ പേജ് വായിച്ചവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. നിർബന്ധമായും വേണം. ഞാൻ ഇരിക്കുന്ന മക്കളോടൊക്കെ പറയാണ്, അതുപോലെ ചെറുപ്പക്കാർ സഹോദരങ്ങളോട് എല്ലാവരോടും പറയാൻ, വിദ്യാഭ്യാസം വേണം. വീട്ടിൽ വരുന്ന പത്രം പണ്ട് കാലത്ത് ഉമ്മമാര് അരിച്ചു പെറുക്കി വായിക്കും, ഫുള്ള് വായിക്കും. എത്രത്തോളം വായിക്കും? ചരമത്തിന്റെ പേജ് ഇന്ന് ആരും നോക്കാറില്ല. ആ പേജ് വരെ അന്നുള്ള ഉപ്പമാര് ഫുള്ള് കണ്ണട വെച്ച് മൊത്തം ഇരുന്ന് വായിക്കും. ആരൊക്കെയാ മരിച്ചതെന്ന് അവർക്ക് വലിയ ആവശ്യമാണ്. അത് ഫുള്ള് വായിക്കും. ഇന്ന് നമ്മൾ ഈ ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉള്ളപ്പോൾ എന്തിനാ ഇതെന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. വായന കൊണ്ട് കിട്ടുന്ന അറിവുകൾ ധാരാളമാണ്. പത്രവായനയിലൂടെ കിട്ടുന്ന അറിവ് മറ്റൊന്ന് തന്നെയാണ്. പുസ്തക വായനയിലൂടെ കിട്ടുന്ന അറിവ് മറ്റൊന്ന് തന്നെയാണ്. എല്ലാ പത്രങ്ങളിലും എഡിറ്റോറിയൽ പേജിലൂടെ കിട്ടുന്നതാകുന്ന അതാത് കാലത്തെ ആനുകാലിക അറിവുകൾ അത് മറ്റൊന്ന് തന്നെയാണ്. 4-5 മലയാള പത്രങ്ങൾ മുഴുവനും വരുത്തിച്ചിട്ട് വായിക്കുന്ന ആളുപോലെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ മൊത്തം പത്രം വരുത്തണമെന്നല്ല ഞാനീ പറഞ്ഞത്. നല്ല ചരിത്രങ്ങൾ, ഇസ്ലാമികമായ ചരിത്രം നമുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്നതാകുന്ന എന്താണോ അത് നമ്മുടെ കൈവശം ഉണ്ടാവണം. എല്ലാ യാത്രയിലും ഒരു പേജെങ്കിലും വായിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാവണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ പാശ്ചാത്യരുടെ 3 ഗുണങ്ങളാണ് ഈ പറഞ്ഞത്. ആ 3 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടി ഇടയ്ക്ക് വെള്ളം കുടിക്കണമെന്നർത്ഥം. നോമ്പിലല്ല കേട്ടോ, അല്ലാത്ത സമയങ്ങളിൽ. നോമ്പ് പിടിക്കുന്നതിലൂടെ ആരോഗ്യമുണ്ടാകും. നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഒന്നാമതായി നേടിയെടുക്കുന്നത് ദുന്യവിയാകുന്ന ഒരു ഖൈറ് തന്നെയാണ്. ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കാൻ.
നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ശരിയല്ലയോ? 11 മാസക്കാലം മൃഷ്ടാന്ന ഭോജനം നടത്തിയതായ മനുഷ്യ, പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ശരീരത്തിന്റെ ഘടനയൊന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു റമളാനിലെ നോമ്പിനെ നിനക്ക് നൽകിയിരിക്കുന്നത്. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്, എന്തിനാണ് ഈ നോമ്പ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്? ലഅല്ലകും തത്തഖൂൻ. നിങ്ങളുടെ ശരീരം റെഡിയായില്ലേലും നിങ്ങൾക്ക് ആത്മീയമായ ഉയർച്ച ഉണ്ടാവണേ. ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ മുത്തഖീങ്ങളാവാനാണ്. മതബോധവും മതനിഷ്ഠയുമുള്ള ആളായി മാറിത്തീരാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു നിങ്ങൾക്ക് നോമ്പ് നൽകിയിരിക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. തഖ്വയുണ്ടാക്കിയെടുക്കലാണ്. അപ്പൊ ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടിയുമട്ടുമാണ് അല്ലാഹു റമളാൻ കൊണ്ട് തണലിട്ടിരിക്കുന്നത്. റമളാൻ കൊണ്ട് തണലിട്ടിരിക്കുന്നത് ആരോഗ്യം നന്നാക്കാനും ശരീരം നന്നാക്കാനും, 2 ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുമാണ്. ആത്മീയമായ ഉയർച്ച ലഭിക്കും നോമ്പിലൂടെ. ഒരാൾക്ക് വികാരം വല്ലാതെ കൂടുകയും വിവാഹം കഴിക്കാനുള്ളതാകുന്ന സാമ്പത്തികമില്ല. എന്താ വിശുദ്ധ ഇസ്ലാം പറഞ്ഞത്? നോമ്പ് പിടിക്കണം. നോമ്പ് പിടിക്കുന്നതിലൂടെ എല്ലാ വികാര വിചാരങ്ങളെയും തടയിടാൻ പറ്റും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ആർക്കെങ്കിലും വിവാഹം ചെയ്യാനുള്ള സാമ്പത്തികമാകുന്ന ശേഷി ഇല്ലാതായാൽ അവൻ നോമ്പ് പിടിച്ചു കൊള്ളണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫഇന്നഹു ലഹു വിജാഉൻ. നോമ്പ് അവന് പരിചയാണ്. എല്ലാ തെറ്റുകളിൽ നിന്നും പരിപൂർണമായി മുക്തമായ ജീവിതം നയിക്കാൻ അത് നിദാനമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നോമ്പ് ഒരു പരിചയാണ്. ശരിക്കും മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ നോമ്പ് പരിചയാണോ? ചിന്തിക്ക്. ഇന്നങ്ങനെ ഇപ്പൊ നമ്മൾ നോമ്പ് നോക്കുന്നത്, ഇപ്പൊ നോമ്പ് നോക്കുന്നതിൽ 90% ഉദരവ്യായാമമാണ്. കേവലം ഭക്ഷണം ഒഴിവാക്കും, പാനീയങ്ങൾ ഒഴിവാക്കും, എല്ലാ സിനിമയും ഇരുന്ന് കാണും, ഭ്രമയുഗം ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോമ്പാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പിന്നെ എങ്ങനെ നന്നാവും? ഇതാണ് പരിപാടി. ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് ഫുള്ള് സിനിമാ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെങ്ങനെ ശരിയാവും? പിന്നെങ്ങനെ നന്നാവും? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നീചമാകുന്ന വാക്കുകളും നീചമാകുന്ന പ്രവർത്തനങ്ങളും ഏതൊരു മനുഷ്യൻ പരിപൂർണമായി ഉപേക്ഷിച്ചിട്ടില്ലേ, അവൻ ഉദരവ്യായാമം നടത്തുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഞാൻ പകലന്തിയോളം വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് നോമ്പ് നോറ്റവനാണ്. 30 കൊല്ലമായി നോമ്പ് പിടിക്കുന്നുണ്ട് ഉസ്താദേ. നിന്റെ നോമ്പ് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ആദരവായ പ്രവാചകൻ സ്വഹാബത്തിനോട് പറയുകയാണ്, ഇദാ സുംത ഫസും ബിബസരിക വബിസമഇക വബിലിസാനിക വബിഅളായിക. നീ നോമ്പ് നോൽക്കുകയാണെങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് നോമ്പുണ്ടാവണം, നിന്റെ നാവ് കൊണ്ട് നോമ്പുണ്ടാവണം, നിന്റെ കാത് കൊണ്ട് നിനക്ക് നോമ്പുണ്ടാവണം, നിന്റെ കൈകൾ കൊണ്ട് നോമ്പുണ്ടാവണം, നിന്റെ കാലുകൾ കൊണ്ട് നോമ്പുണ്ടാവണം, നിന്റെ ഹൃദയം കൊണ്ട് നോമ്പുണ്ടാവണം, നിന്റെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങൾക്കും പരിപൂർണമായി നോമ്പ് കൊണ്ട് കൂച്ചു വിലങ്ങിടാൻ നിനക്ക് പറ്റിയിട്ടില്ല എങ്കിൽ നിന്റെ നോമ്പ് അല്ലാഹുവിന് വേണ്ടേ, അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇന്ന് 90% ആളുകളും നോമ്പ് നോക്കുന്നത് ഈ രീതിയല്ലേ? സിനിമകൾ കാണുകയാണ്, പകല് മുഴുവനും ഇരുന്നുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ടുകയാണ്, ഇഷ്ടമുള്ളതാകുന്ന ഗാനങ്ങൾ കേട്ടുകൊണ്ട് നിലകൊള്ളുകയാണ്, ഇഷ്ടമുള്ള വീഡിയോകൾ കണ്ടുകൊണ്ട് രസിക്കുകയാണ്, ഇഷ്ടമുള്ളതാകുന്ന ഫുഡിന്റെ
അതിൻ്റെതാകുന്ന തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന വീഡിയോകൾ മാറി മാറി കണ്ടുകൊണ്ട് പകൽ മുഴുവനും നോമ്പ് നോക്കുന്ന മനുഷ്യ, പരിശുദ്ധമായ റമദാനിന്റെ രാത്രിയിൽ പോലും ഹറാമുകൾ കണ്ടുകളർന്നതായ മോശപ്പെട്ട തലത്തിലേക്ക് നിന്റെ ഹൃദയത്തെയും ശരീരത്തെയും വാരിപ്പുണർന്നാൽ, നിന്റെ കൈകൾ കൊണ്ട് പകൽ നോമ്പ് നോറ്റുകൊണ്ട് അന്യപെണ്ണുമായി ചാറ്റ് ചെയ്താൽ, നിന്റെതാകുന്ന കാലുകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് നീ നടന്നു നീങ്ങിയാൽ, ഇന്നാലിന്ന കാമുകിയൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാലുകൊണ്ട് നടക്കുന്നവരെ, വാഹനം ഓടിക്കുന്നവരെ, അത്തരത്തിലുള്ള നീചമാകുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര തിരിക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് നോമ്പില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി ഫലൈസ ലില്ലാഹി ഹാജ ഫീ അൻ യദഅ തആമഹു വശറാബാ. നിനക്കിനി എന്തിനാണ് വയറുകൊണ്ട് മാത്രം ഒരു നോമ്പ്? നിന്റെ വയറുകൊണ്ട് മാത്രം നോമ്പ് നോറ്റത് കൊണ്ട് കാര്യമായില്ല. ഒരു അവയവം കൊണ്ട് മാത്രമാണ് നീ നോമ്പ് പിടിച്ചിട്ടുള്ളത്, അത് നിന്റെ കേവലം വയറുകൊണ്ട് മാത്രമാണ്. നിന്റെ നാവ് കൊണ്ട് നീ ഫനാ പറഞ്ഞവനാണ്, നിന്റെതാകുന്ന കാതുകൾ കൊണ്ട് ഫനാ ഫസാദ് കേട്ടവനാണ്, നിന്റെ കൈകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് പോയവനാണ്, അന്യരെ അടിച്ചവനാണ്, മർദ്ദിച്ചവനാണ്, അന്യ പെണ്ണിന്റെ ശരീരഭാഷയിലേക്ക് നിന്റെ കൈ കൊണ്ടുവന്ന കരുതമലം അമർത്തിപ്പോയവനാണ്, ഹറാമായ തലത്തിലേക്ക് സിനിമാ തിയേറ്ററിലേക്ക് കാലുകൊണ്ട് നടന്നവനല്ലേ, മോശപ്പെട്ടതാകുന്ന രീതിയിൽ സിനിമകൾ കണ്ടുകൊണ്ട് കണ്ണ് മഞ്ഞളിപ്പിച്ചവനല്ലേ, നിനക്ക് യാതൊരുവിധ പ്രതിഫലവുമില്ല. ഇനി നീ പോയി ഭക്ഷണം കഴിച്ചുകൊള്ളുക, നിന്റെ നോമ്പ് അള്ളാഹ്ക്ക് വേണ്ടേ വേണ്ട. എന്തിനാണ് ഇങ്ങനെ നോമ്പ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാൻ, നോമ്പ് 3 രീതിയിലുണ്ട്. 3 രീതിയിൽ നോമ്പുണ്ട്. കൊണ്ടുവാ ബക്കറ്റൊന്നും കൊണ്ടുപോകാൻ. 3 രീതിയിൽ നോമ്പുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ കാര്യമായി ഇൻഷാ അല്ലാഹ് സദഖ നൽകി അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. സുംഅനി ദുനിയാ വലറതിഹാ വലാ തുഫ്തിർ ഇദാ സുംത ഇല്ലാ റഹ്മതർ റഹ്മാനി ബിൽ വിസാലി ലാ ഇലാഹ ഇല്ലല്ലാഹു ظل من لم يرل بالقاض الفضا عليه لاك عيش من بعدم ذكر للإفضال لا إله إلا الله. അല്ലാഹുവേ, ഞങ്ങൾ ഈ നൽകുന്ന സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. പുണ്യമായ റമദാനിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ഈ നൽകുന്ന സദഖ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഒരുപാട് ഖൈറായ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. എല്ലാ സദുദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്നതായ സദഖയായി ഞങ്ങളുടെ സദഖകളെ കബൂലാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല സദഖ നൽകി അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, അധികം നീട്ടൂല. ഇനി ഒരു കുറച്ചു നേരം കൂടി നീ ശ്രദ്ധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുറച്ചു നേരം കൂടി ഇരിക്കൂലേ? കുഴപ്പമില്ലല്ലോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നോമ്പ് 3 രീതിയിലുണ്ട്. ഒന്ന് സൗമുൽ ഉമൂം, മറ്റൊന്ന് സൗമുൽ ഖവാസ്, മൂന്നാമത്തത് സൗമുൽ ഖുസൂസുൽ ഖുസൂസ്. 3 രീതിയിലുള്ള നോമ്പ് വരുന്നുണ്ട്. നമ്മളൊക്കെ സൗമുൽ അവാമിന്റെ അഹ്ലുകാരാണ്. ഏതാണ് സൗമുൽ അവാം? സാധാരണക്കാരുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, അന്നപാനീയങ്ങൾ ഒഴിവാക്കി നിൽക്കുക എന്നുള്ളതാണ്. ബാക്കി കാണാനുള്ള എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേൾക്കാനുള്ളത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കും. റമദാൻ ആയിക്കഴിഞ്ഞാൽ പള്ളിയിൽ ചില ആളുകൾ ഇത്തിക്കാഫ് എന്നും പറഞ്ഞ് കൂടിയിട്ടുണ്ട്. പടച്ച റബ്ബ്, കഴുത്തേലോട്ട് മിമ്പറി കടന്നിരുന്നതാകുന്ന സാധനം തസ്ബീഹ് എടുത്ത് കഴുത്തേലോട്ട് ഇട്ടിട്ട് ഇവൻ കഞ്ഞിപ്പുര വന്നിരിക്കുകയാണ്. ഏത്തിക്കാഫ് അവിത്തുൽ ഏത്തിക്കാഫ് ഫിഹാദൽ കഞ്ഞിപ്പുരയിൽ ഇല്ലാഹി തആല. അള്ളാഹു മുളക്കാക്കട്ടെ. അവിടെ ഇരുന്നിട്ട് ഫനായും വസാദും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാണ് ഇങ്ങനെ ഒരു ഏത്തിക്കാഫ്? എടാ, ഏത്തിക്കാഫ് പള്ളിക്കകത്തിരിക്കെ
ബിസ്മില്ലാഹി കൊണ്ട് കയറ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم افتح لي ابواب رحمتك نويت الاعتكاف في هذا المسجد لله تعالى. പള്ളിക്കകത്തെ ഇഅ്തികാഫിരിക്കും, ഖിബ്ലക്ക് അഭിമുഖമായിരിക്കും, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. വേണ്ട ഇനി ഒന്നും ചൊല്ലിയില്ല, വെറുതെ അനങ്ങാതിരിക്കുക, നിയത്ത് വെച്ചിട്ട് അങ്ങനെ തന്നെ ഇരിക്കുക, അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇഅ്തികാഫ് അതാണ്. ഇതിങ്ങനെ നടക്കുകയാണ്. അതിലേക്കൂടെ കവലയെക്കൂടെ നടക്കുന്ന പോലെ അതിൽ പള്ളിക്ക് അങ്ങോട്ട് ഒച്ചപ്പാടും പോലെ എല്ലാ ഫനായും ബസാദ് എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ രണ്ടുപേരും എവിടെയെങ്കിലും വർത്താനം പറയുകയാണെങ്കിൽ ചെവി കൊടുക്കും, ഇങ്ങനെ നടന്നുണ്ടെങ്കിൽ ഇത് തന്നെ വരും. എന്തിനാണ് ഇങ്ങനെ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പള്ളി നിനക്കൊരു അഭയകേന്ദ്രമാണ്. എന്ത് വ്യസനമുണ്ടായാലും ദുഃഖമുണ്ടായാലും ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരേ ഒരു ഇടമാണ് പള്ളി എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആരെങ്കിലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസമഹു അംറുൻ فزع إلى المسجد وصلى فيه ركعتين. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമോ ദുഃഖമോ പ്രയാസമോ നേരിട്ടാൽ നേരെ പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളിക്കുള്ളിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ച റബ്ബിനോട് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തുറക്കുകയാണ്. ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ഇന്ന് നമ്മൾക്ക് വിഷമമുണ്ടായാൽ നമ്മൾ കവലയിൽ വന്ന് പറയുകയാണ്, നാട്ടുകാരോട്, കൂട്ടുകാരോട്, സമൂഹത്തോട്, സമുദായത്തോട്, ഇതര സമുദായത്തോട് നിന്റെ വ്യതകളുടെ, സ്വതകളുടെ, നിന്റെ ദുഃഖങ്ങളുടെ, പ്രയാസങ്ങളുടെ പാണ്ടക്കെട്ടുകൾ അഴിക്കരുത്. നിന്റെ വിഷമങ്ങളെ, പ്രയാസങ്ങളും നാഥനായ റബ്ബിലേക്ക് ഏറ്റു പറയാൻ പറ്റുന്ന മാസമാണ് പരിശുദ്ധമായ റമളാൻ. എന്ന് ചോദിച്ചാലും ഉത്തരം കിട്ടുന്നതായ ദിനങ്ങളാണ് റമളാൻ 1 മുതൽ റമളാൻ 30 ദിവസങ്ങൾ വരെ പരിപൂർണമായി ഇജാബത്താണ്. എന്ത് വിഷമമുണ്ടായാലും ഓടിച്ചെല്ലാൻ പറ്റുന്ന ഭവനമാണ് പള്ളി. അല്ലാഹുവിന്റെ റസൂൽ ആ പള്ളിയിലേക്ക് ചെല്ലുകയാണ്. വിഷമവും സങ്കടവും ഉണ്ടാകുമ്പോ നീറുന്ന മനസ്സുമായി കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടിയൊടിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ മദീന പള്ളിയുടെ അകത്തളത്തിൽ കയറിയിരുന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുകയാണ്. അല്ലാഹുവിനോട് സങ്കടങ്ങൾ പങ്കുവെക്കുകയാണ്. പുതിയ കാവിലുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രിയപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരാ, കമ്മിറ്റി ഒരുമിച്ച് കൂട്ടിയതാകുന്ന മതവിജ്ഞാന വേദിയിൽ പരിശുദ്ധമാക്കപ്പെട്ട മജ്‌ലിസുന്നൂർ വേദിയതാകുന്ന ഈ മജ്‌ലിസിൽ സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഒന്ന് ചോദിക്കട്ടെ, എത്ര പേരാണ് അള്ളാഹുവിനോട് സങ്കടങ്ങൾ പറഞ്ഞവർ? ഈ കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുത്താൽ തന്നെ എത്ര ദിവസങ്ങൾ പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ ഉമ്മമാരുണ്ട്. എനിക്ക് വീടില്ല, എനിക്ക് വാഹനമില്ല, എന്റെ വീട് ജപ്തിയുടെ വക്കീലാണ്, ഞാൻ കടം പേറി ജീവിക്കുന്നവനാണ്, ഞാൻ സാമ്പത്തികമായി തകർന്നു പോയവനാണ്, എന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും നാഥനായ റബ്ബ് എനിക്ക് മാപ്പ് ചെയ്തു തരണം, എല്ലാ ദുഃഖങ്ങളും മാറ്റി തരണം, എന്റെ കടങ്ങൾ വീട്ടി തരണം എന്ന് പറഞ്ഞ് പടച്ച റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടുള്ള ഏത് ചെറുപ്പക്കാരനാണ്, സഹോദരനാണ് നിസ്കാര മുസല്ലയിൽ ഇരുന്നുകൊണ്ട് കരഞ്ഞിട്ടുള്ളതാകുന്ന ഉമ്മമാരെത്രയാണ്? സിനിമ കണ്ടുകൊണ്ട് കരയുന്നവരല്ലേ? സീരിയൽ കണ്ടുകൊണ്ട് നൊമ്പരപ്പെടുന്ന പ്രിയപ്പെട്ട ഉമ്മമാരില്ലേ? പരിശുദ്ധമായ ഇശാമകരിമിനിടയിൽ സൂറത്തുൽ വാഖിഅ ഓതാതെ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാതെ, യാസീൻ സൂറത്ത് പോലും മറന്നു വെച്ചുകൊണ്ട് സീരിയലിന്റെ ലോകത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന, അസ്ഥിരമാക്കപ്പെട്ടതാകുന്ന സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയടാമങ്ങളെ ഉറക്കമൊഴിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്യാൻ എന്തേ നിനക്ക് മടി വന്നു പോയത്? നിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അതിന് പരിപൂർണമായി പരിഹാരം തരാൻ കാത്തിരിക്കുന്ന പടച്ച റബ്ബിനെ എന്തിനാണ് നീ മറന്നുപോയത്? എന്തേ നിന്റെ വീടിന്റെ അകത്തലെങ്കിലും മജ്‌ലിസുന്നൂർ പാരായണം ചെയ്യാതെ പോയത്? ബദരീങ്ങളെ തപസ്സിലാക്കിയിട്ട് നാഥനാകുന്ന പടച്ച റബ്ബിലേക്ക് എന്തേ നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാതെ പോയത്? അല്ലാഹുവിന്റെ റസൂലിന് എന്ത് വിഷമമുണ്ടായാലും റസൂലുള്ള പോകുന്നത് പള്ളിയിലേക്കാണ്. പള്ളിയുടെ അകത്തളത്തിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് നാഥനായ റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എല്ലാ വിഷമവും മാറുകയാണ്. നമ്മൾ ദുആ ചെയ്യണം സഹോദരങ്ങളെ. നിസ്കാരം കഴിഞ്ഞിട്ട് ചാടി ഇറങ്ങിപ്പോവാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് തലയ്ക്കകത്ത് പേരെഴുതിയിട്ടുണ്ട്, കാര്യമില്ല, ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിസ്കാരം കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകുന്നു?
അവിടെ ഇരിക്കും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്റൊക്കെ പിന്നെ ആരാ ചൊല്ലേണ്ടത്? നിന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഖൈർ ബറകാത്തുകളെ നിഷേധിച്ചിട്ട് റോഡിലിറങ്ങി തെണ്ടിയിട്ട് എന്ത് കാര്യം? നാട്ടുകാരോട്, വീട്ടുകാരോട്, സമൂഹത്തോട്, സമുദായത്തോട്, ഇതര സമുദായത്തോട് സങ്കടങ്ങൾ പറയുന്നതിൽ എന്ത് യുക്തി? അല്ലാഹുവിനോട് പറയണ്ടേ? എന്നോട് നിങ്ങൾ ദുആ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹു പറയുകയാണ്, നബിയേ തങ്ങൾ ഈ സമുദായത്തോട് പറയണേ, ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ച് ദുആ ചെയ്യണേ, എന്നോട് നിങ്ങൾ സങ്കടങ്ങൾ പറയണേ. പള്ളിയുടെ അകത്തലത്തിൽ വന്നിരുന്നിട്ട് എന്തേ എന്നോട് ചോദിക്കാൻ മറന്നു പോകുന്നത്? നിസ്കരിച്ചിട്ട് പടച്ച റബ്ബിനോടൊന്ന് ചോദിക്കണേ. വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹുവിനോടൊന്ന് പറയണേ. മുസല്ല വിരിച്ച പ്രിയപ്പെട്ട ഉമ്മ, നിസ്കരിച്ചിട്ട് എന്തേ നീ ചാടി ഇറങ്ങിപ്പോയത്? എന്തേ സുബ്ഹാനല്ലാഹ് 33 ചെല്ലാതിരുന്നത്? എന്തേ അൽഹംദുലില്ലാഹ് വിട്ടുപോയത്? എന്തേ അല്ലാഹു അക്ബർ വിട്ടുപോയത്? എന്തേ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് മഹത്വം കാണാതിരുന്നത്? ഇതൊക്കെ ചൊല്ലി പഠിക്കണ്ടേ? നമ്മൾ ചെല്ലുമ്പോഴല്ലേ, ഉമ്മ ചെയ്യുമ്പോഴല്ലേ മകള് ചെയ്യൂ. വാപ്പ പള്ളിയിലിരുന്ന് ആ ദിക്ർ മൗറാദിനും ഇരിക്കുന്നത് കാണുമ്പോഴല്ലേ വരും തലമുറകൾ അത് കണ്ടുകൊണ്ട് അനുവർത്തിക്കുകയുള്ളൂ. ആ വാപ്പ ഇരുന്ന് ചെല്ലാറുണ്ട്, അതുകൊണ്ട് ഞാനും ദിക്റിനിരിക്കാൻ. ഇന്ന് വാപ്പ ചാടി എഴുന്നേറ്റ് ഓടുകയാണ്, എന്നിട്ട് വെളിയിൽ പോയിരിക്കാൻ കഞ്ഞി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് നീ കഞ്ഞിയായി പോയത്. നിന്റെ ജീവിതത്തിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോയി. എല്ലാ കാര്യത്തിലും നീ പുറകോട്ട് വലിഞ്ഞു. സുന്നത്ത് നമസ്കാരങ്ങളില്ല. പള്ളിയിൽ കയറിയാൽ ഉടനെ തഹയ്യത്തിന്റെ 2 റക്അത്ത് സുന്നത്ത്. ആരാ നിസ്കരിക്കുന്നത്? ഈ അടുത്ത കാലത്ത് നിസ്കരിച്ചവർ എത്ര പേർ? ഫർളായ നമസ്കാരങ്ങൾക്ക് തന്നെ പള്ളിയിലെത്തിയാൽ ബാത്റൂമിൽ പോയി സമയം ചെലവഴിക്കുന്ന മുസൽമാനായി ഇന്നത്തെ തലമുറ മാറിയില്ലേ? നേരത്തെ പള്ളിയിലെത്തി, ബാങ്ക് കൊടുക്കുന്നുണ്ട്, ആദ്യം അപ്പം നേരെ ബാത്റൂമിൽ കയറിയാൻ കാമത്ത് കൊടുത്തതിന് ശേഷം ഇറങ്ങി വരുള്ളൂ. അവിടെ ഇരിക്കുകയാണ്. എത്രയോ സമയം അതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. വാഷ്റൂമിൽ കയറിയിരിക്കാൻ ഭരിച്ചുകൊണ്ടിരിക്കുക. പള്ളിയാകുന്ന പള്ളിയുടെ ബാത്റൂമിലെല്ലാം വീടിക്കുറ്റി. എന്തിന്? ഇതെന്തെന്ന് പോയി? നമ്മുടെ അല്ല കേട്ടോ, പൊതുവെ പറഞ്ഞത്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. 33 സുബ്ഹാനല്ലാഹ് ഇല്ല. അവിടെ ഇരിക്കുന്ന ബക്കറ്റിന് 33 ദ്വാരമുണ്ട്. ബാത്റൂമിൽ ഇരിക്കുന്നു. വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഫുള്ള് പോവാണ്. വെള്ളം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും വെള്ളം ഫുള്ള് പോയിട്ടുണ്ട്. സിസേറിയൻ കഴിഞ്ഞ ബക്കറ്റ്. ചിലതിനകത്ത് കൊളുത്തില്ല, കുറ്റിയില്ല, ഒരു കയറ് കെട്ടിയിട്ടിരിക്കുകയാണ്. കടിച്ചു പിടിച്ചുകൊണ്ട് വേണം ഇരിക്കുക, രണ്ടിനിരിക്കുക. പള്ളികളുടെ ബാത്റൂമിൻ്റെ അവസ്ഥയായി പറഞ്ഞു. താഴോട്ട് നോക്കരുത്, കാരണം മഞ്ഞ ടൈൽസ് വിരിച്ച പോലെയുള്ള ക്ലോസറ്റാണ്, കഴുകിയിട്ടില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എടാ, മെഹ്റാബിലുള്ള അതേ വൃത്തി ഇവിടെ വരണ്ടേ? വൃത്തിയാക്കണ്ടേ? നല്ല വൃത്തി വേണം. ആളുകൾ ഇങ്ങനെ വന്ന് കയറി പോകുന്നതാണ്. എല്ലാ പള്ളികളിലും നല്ല വൃത്തിവെടുപ്പോടുകൂടി വേണം. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. അതിനൊക്കെ ശ്രദ്ധ പതിപ്പിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചൊരിയുമാറാവട്ടെ. പൊതുവെ പറഞ്ഞാട്ടെ, നമ്മുടെയൊക്കെ നല്ല റാഹത്താണ് ഇവിടുത്തെ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അതുകൊണ്ട് എത്ര യാത്രക്കാർ, ഞാനൊക്കെ എപ്പോഴും യാത്ര ചെയ്താൽ ഇവിടെ തന്നെയാണ് അധികം വന്ന് കയറാറ്. യാത്രാവേളയിൽ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, ഖൈർ പ്രദാനം ചെയ്യട്ടെ. മഹല്ല് കമ്മിറ്റിക്കും പരിപാലന സമിതിക്കും എല്ലാവർക്കും അല്ലാഹു റാഹത്ത് ചൊരിയുമാറാവട്ടെ. അങ്ങനെ നല്ല സുസ്ഥിരമായി ചെയ്തു കൊടുക്കണം. റമദാൻ വരുമ്പോൾ പ്രത്യേകിച്ച്, കാരണം നിസ്കരിക്കാൻ വരുന്നവന്റെ മനസ്സിനൊരു ഇടങ്ങേറുണ്ടാക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാം നല്ല ക്ലിയർ ആയിരിക്കണം. നമ്മൾ അവിടെ പോയിരിക്കാണ് മണിക്കൂറുകളോളം. പള്ളിക്കകത്ത് എത്തിക്കാഫിരിക്കേണ്ടവൻ വേറെ എവിടെയാക്കി കളഞ്ഞു സമയങ്ങളെ. ഒതുവെടുക്കുന്ന സമയത്ത് ഇങ്ങനെ വസ്വാസ് കാണിക്കാൻ. യുസന്നു തസ്ലീസു കുല്ലു മിൻ മഗ്സൂലിൻ വമംസൂഹിൻ വയുക്റഹു സിയാദതു അലൈഹാ വഹറാമുൻ ഇദാ കാന മുസബ്ബല. 3 പ്രാവശ്യം വീതം തടവപ്പെടുന്ന അവയവങ്ങളും കഴുകപ്പെടുന്ന അവയവങ്ങളും തടവലും കഴുകലും 3 പ്രാവശ്യം ചെയ്യൽ സുന്നത്താണ്. കയ്യ്, കാല്, മുഖം കഴുകാൻ അതൊക്കെ 3 പ്രാവശ്യം ചെയ്യണം. തല തടവുക, ഇങ്ങനെ വേണം, 3 വട്ടം ചെയ്യണം. തല തടവേണ്ടത് പൂർത്തിയാക്കി തടവണം. ഇങ്ങനെ ഫ്രണ്ടിലിട്ടിട്ട് ഇങ്ങനെ അടിക്കല്ല. കൈയുടെ താകുന്ന തള്ളവരിലൂടെ വെച്ചിട്ട് എന്ത് ചെയ്യണം? വിരലിങ്ങനെ വെച്ചിട്ട് ഫുള്ള് വെള്ളം നനച്ചിട്ട് ഫുള്ള് ഇങ്ങനെ പുറകോട്ട് വലിക്കണം. വീണ്ടും തിരിച്ച് റിട്ടേൺ. ഇങ്ങനെയാണ് തല തടവേണ്ടത്. നമ്മൾ ചെയ്യുന്നത് എന്താ? കഴിഞ്ഞ് മോഡൽ ഇവന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫുള്ള് മാർക്ക് കൊടുക്കണം. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. എന്നിട്ടാണ് സുന്നി. എന്ത് സുന്നി? എടാ, സുന്നത്തെടുക്കണമെങ്കിൽ ഫുള്ള് എടുക്കണം. മനസ്സിലാകുന്നുണ്ടാ? തല ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ തള്ളവരിൽ ഇങ്ങനെ വെച്ചിട്ട് നേരെ കൈ പുറകോട്ട് വലിക്കുക. ഇതെന്നെ കണ്ട തള്ളവരിലൂടെ ഒക്കെ ഫുള്ള് നേരെ ഇങ്ങനെ.
വീണ്ടും തിരിച്ച് റിട്ടേൺ വരണം, അടുത്ത വീണ്ടും നനയ്ക്കുന്നു, വീണ്ടും. അതാണ് തല പൂർണ്ണമായി തടവുക. അതാണ് സുന്നത്ത്. പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇതുവരെ നമ്മളങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ 3 പ്രാവശ്യം ചെയ്യൽ സുന്നത്താണ്. വയുക്റഹു സിയാദത്തു അലൈഹാ, ഫത്ഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം അതിനേക്കാൾ കൂടുതൽ 1 പ്രാവശ്യം ആവശ്യമില്ലാതെ വെള്ളമെടുക്കൽ. സ്വന്തം പൈസ മുടക്കിയിട്ടുള്ളതാകുന്ന വെള്ളമാണെങ്കിൽ തന്നെ ഹറാമാണ്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ 4ാമത്തെ വട്ടം വുളൂവിന് വേണ്ടി എടുക്കുന്നത് ഹറാമാണ്. ചോദിക്കാൻ നമ്മുടെ അല്ലേ നേരം പടച്ചോൻ ചോദിക്കും. പൊതുസ്വത്താണ് എങ്കിൽ, പള്ളി പോലെയുള്ളതാകുന്ന പൊതുസ്വത്താണ് എങ്കിൽ 4ാമത്തെ പ്രാവശ്യം നീ എടുക്കുന്നതാകുന്ന വെള്ളമില്ലേ, അത് തടവാനാണെങ്കിലും കഴുകാനാണെങ്കിലും ആവശ്യമില്ലാതെ 4ാമത്തെ വട്ടം എടുക്കുന്ന വെള്ളം അത് ഹറാമാണ്, ഹറാമാ. നാളെ ആഖിറത്തിൽ ചോദ്യമുണ്ടാകും, ശിക്ഷയുണ്ടാകുമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. 4ാമത്തെ പ്രാവശ്യം എടുക്കുന്ന വെള്ളം അദാബാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് ചിലര് ലെക്സിന്റെ സോപ്പ് വാങ്ങിച്ചിട്ട് ഭിത്തി കൊണ്ട് വരച്ചു വെച്ചിട്ട് ഇവരെ തല പിടിച്ചോണ്ടിട്ട് വരയ്ക്കുകയാണ്. ഇവിടെ കുളിക്കാൻ വന്നേക്കുക പള്ളിയുടെ വെള്ളത്തിൽ. ഹവായി ചെരുപ്പ് കൊണ്ടുവന്നിട്ട് ഒരച്ച് കഴുകുകയാണ് പള്ളിയുടെ അവിടെ. കാലിലോട്ട് ഒഴിക്കുന്ന വെള്ളത്തിന് കണക്കില്ല, ഫുൾ ഒഴിച്ചൊഴിച്ചൊഴിച്ചു. വീട്ടിൽ നിന്ന് കുളിക്കത്തില്ല, ഇവിടെയാണ് കുളി മൊത്തം. കുളി നനയില്ല ഇവിടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതൊക്കെ ഹിസാബിടപ്പെടുന്നതാണ്. ചിലർ ഇതിനകത്ത് വന്നിരുന്നിട്ട് റൗണ്ടിൽ പുക വയ്ക്കൊണ്ടിരിക്കുക. അവർ ഇല്ല ഹാജിയാരാട്ടോ, ഹാജിയാരാണ് റൗണ്ടിൽ പുക വിടുന്നത്. നമ്മുടെ ഹാജിയാർ കയറിയിട്ടുണ്ട്, അരമണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങണം. ഇതൊക്കെയാണ് നമ്മൾ റമദാനായ നമ്മുടെ പരിപാടി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ചിലർ റമദാൻ മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ നോമ്പ് ഉറക്കുന്നത് ഇതുകൊണ്ടാണ്. 2 എടുത്തില്ലെങ്കിൽ ശരിയാകത്തില്ല. ഇതും കഴിഞ്ഞ് വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മഗ്‌രിബിന്റെ ജമാഅത്ത് കഴിഞ്ഞ് ഹലാക്കായിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കാര്യമായിട്ട് വന്നതാ, 5:30 വന്നതാ. കഞ്ഞിയും ഇതെല്ലാം വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം കുടിച്ച് ബാത്റൂമിൽ പോയിട്ട് വന്നപ്പോൾ ജമാഅത്ത് പോയി. വന്ന കാര്യം എന്തിനാന്ന് അറിഞ്ഞില്ല, മറന്നുപോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെയൊക്കെ ശൈലിയാണ് ഈ പറയുന്നത്. നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ എന്നിട്ട് എന്തോ ചെയ്യുന്നു എന്ന നിലയ്ക്ക് നടക്കാൻ, എല്ലാ അമലുകളും പൊളിഞ്ഞു പോവാൻ. റമദാനിന്റെ മഹത്വത്തെ പരിപൂർണമായി ഹനിച്ചു കളഞ്ഞു. പള്ളിക്കകത്ത് തന്നെ കയറി വരുമ്പോഴത്തേക്കും ഇഖാമത്ത് കൊടുക്കുന്ന അവസ്ഥ. വെള്ളമല്ലാതെ ധൂർത്തടിച്ചു കളയാൻ പൈപ്പ് തുറന്നു വെച്ചിട്ട് സംസാരിക്കുന്ന ചെറുപ്പക്കാരായ മക്കൾ. വലിയവർ തന്നെ ഹൗദിലെ വെള്ളം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോരിക്കളിക്കുന്നു. എത്ര വെള്ളമാണ് ആവശ്യമില്ലാതെ തുറന്നു വിടുന്നത്? എന്തേ ശ്രദ്ധിക്കാതെ പോകുന്നത്? അതികഠിനമാകുന്ന ചൂടുള്ള ഈ സമയത്ത് എത്രയോ വീടുകളിലാണ് വെള്ളമില്ലാതെ, കിണറ്റിൽ പോലും വെള്ളമില്ലാതെ, കുളങ്ങളും തടാകങ്ങളും അരുവികളും ഒക്കെ വറ്റിവരണ്ട് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ഒരു മഴയ്ക്ക് വേണ്ടി കേരിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ നിനക്ക് പടച്ച നമ്പുരാൻ കനിഞ്ഞു നൽകിയതാകുന്ന വെള്ളം പള്ളിയുടെ അകത്തളത്തിൽ കമ്മിറ്റി ഭാരവാഹികൾ, പരിപാലക സമിതികൾ മാസവരി ചോദിക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ പോലും വെള്ളം ദൂർത്തടിച്ചുകൊണ്ട് ചെലവഴിക്കുന്നത് നേർക്ക് നേരെ ഈ സമുദായം കാണുകയല്ലേ? ആഖിറത്തിൽ നമ്മൾ ഹിസാബിടൂലേ? തങ്ങൾ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. ലമ്മാ മറ ബിസഅദിൻ വഹുവ യതവല്ലഹു, വുളൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹു ചാരത്തോട് അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, മസ്റഫു യാ സഅദ്, മസ്റഫു യാ സഅദ്, എന്തേ സഅദേ കാണിക്കുന്നത്? എന്തൊരു ദൂർത്താണ് വുളൂ എടുക്കുമ്പോ? ഉടനെ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അഫിൽ വുളൂഇ ഇസ്റാഫുൻ യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹബീബേ, വുളൂ എടുക്കുന്ന വെള്ളത്തിനും ഇസ്റാഫുണ്ടോ റസൂലേ? ഞാൻ അല്ലാഹുവിനുള്ള ആരാധന നിർവഹിക്കാൻ വുളൂ എടുക്കുകയല്ലയോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നഅം, വുളൂ എടുക്കുന്ന വെള്ളത്തിലും ഇസ്റാഫുണ്ട്, ദൂർത്തുണ്ട്. വഇൻ കുൻത അലാ നഹരിൻ ജാരിൻ, അതിശക്തമായി നിറഞ്ഞ കവിഞ്ഞൊഴുകുന്ന നദിയുടെ തീരത്തിരുന്നുകൊണ്ടാണ് നീ വുളൂ എടുക്കുന്നെങ്കിൽ പോലും വുളൂ എടുക്കുന്ന വെള്ളത്തിൽ ദൂർത്തടിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിറഞ്ഞ കവിഞ്ഞൊഴുകുന്ന നദിയുടെ തീരത്തിരുന്നാണ് വുളൂ എടുക്കുന്നത്. ഇഷ്ടം പോലെ വെള്ളമുണ്ടല്ലോ എന്ന് കരുതരുതേ. നിനക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മാത്രമുള്ള അളവുണ്ട്, അത് മാത്രം കൊണ്ട് നീ ഉപയോഗിച്ച് ഒഴിവാക്കണേ എന്ന് നബിയുനാ
നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറിയതായ മകൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത്. ഷവർ തുറന്നു വെച്ചിരിക്കുകയാണ്. വാപ്പ പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടവാറി കൊണ്ട് മരുഭൂമിയിൽ പൊരുവേലത്ത് കഷ്ടപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയതാകുന്ന സമ്പത്ത് ഉമ്മാക്ക് ഡ്രാഫ്റ്റ് അയക്കുമ്പോ അതിലൂടെ കിട്ടിയതാകുന്ന സമ്പാദ്യം കൊണ്ട് അടിച്ച് പൊളിച്ച് രസിച്ച് രമിക്കുകയല്ലേ. തീർത്തും തെറുവയും ഇന്ന് പതിവല്ലേ പതിവല്ലേ. വലാ തുബിറ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന الشياطين وكان الشيطان للإنسان كفورا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, നിങ്ങൾ ധൂർത്തടിക്കരുത്, ദുർവ്യയം ചെയ്യരുത്. അത് കല്യാണത്തിന്റെ പേരിൽ നടത്തുന്ന ആഭാസങ്ങളായിരുന്നാലും, നിങ്ങൾ നോമ്പ് തുറ സൽക്കാരത്തിന്റെ പേരിൽ നടത്തുന്ന വിഭവസമൃദ്ധമാകുന്ന തോന്നിവാസങ്ങളായിരുന്നാലും ധൂർത്തടിക്കരുത്, ധൂർത്തടിക്കരുത്. ഒന്നുകൊടുക്കുന്ന വെള്ളത്തിൽ പോലും ധൂർത്ത് പാടില്ല എന്ന് പഠിപ്പിച്ചതായ ഒരേ ഒരു മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. വെള്ളത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇബാദത്തിന്റെ കാര്യത്തിൽ പോലും ധൂർത്ത് പാടില്ല എന്ന് പരിശുദ്ധ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി. ഇന്നൽ മുബദ്ദിരീൻ കാനൂ ഇഖ്വാന ശയാത്തീൻ. ധൂർത്തും ദുർവ്യയം നടത്തുന്നവർ അവർ പിശാചിന്റെ സഹോദരങ്ങളാ. പെങ്ങളെ, ഹറാമായ നിലയ്ക്ക് നിന്റെ റമളാനിനെ കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ. നിനക്കും നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനും കഴിക്കാൻ മാത്രമല്ല, നിന്റെ മക്കൾക്കും കഴിക്കാൻ മാത്രമുള്ളതായ രാത്രിയിലും ഇടത്താഴത്തിനും വേണ്ടുന്നതായ ഭക്ഷണമല്ലാതെ അനാവശ്യമായി ഒരാൾക്ക് പോലും ആഹാരം അധികമാക്കല്ലേ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അങ്ങനെ ചെയ്താൽ പിശാചിന്റെ സഹോദരങ്ങളാണ്.